ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ പച്ചക്കറി തോട്ടമുള്ളവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ചകിരിച്ചോറൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിലുണ്ടാവുന്ന ചകിരി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പലരും മിക്സിയിലൊക്കെ ഇട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, അതുപോലെ നമ്മൾ കൊടുവാള വെച്ച് തട്ടിയിട്ടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. എൻ്റെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ചകിരി നമ്മൾ സാധാരണ തേങ്ങ പൊതിക്കുന്ന സമയത്ത് അതിൻ്റെ തോടില്ലാത്ത ചകിരി മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. തോടുണ്ടാകുമ്പോൾ നമുക്കത് ഒരുപാട് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ ഏകദേശം ഒരു 10 ദിവസത്തോളം വെള്ളത്തിലിട്ട് നന്നായി കുതിർന്നതിന് ശേഷം അതിൻ്റെ കറയൊക്കെ നന്നായി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് മിക്സിയിലിട്ടിട്ട് ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫെർട്ടിലൈസർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയും ഹോളാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ സൈഡിലും ഹോളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മൂടി വയ്ക്കുന്ന മൂടിയിലും ഹോളാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ അതൊരു മെയിൻ കണ്ടൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചകിരി നമ്മളാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളൊരു 10-15 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അതിൻ്റെ കറയൊക്കെ പോവും. അതേപോലെ തന്നെ നമുക്കത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ചകിരി ഇതിനെന്താ വെച്ചാൽ നമുക്ക് കൂടുതലും മോയ്സ്ചറൈസ് കണ്ടൻറ്റ് നമുക്കിതിൽ പിടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടാൻ കിട്ടും കേട്ടോ. ഒരു ഏകദേശം ഒരു 40 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചകിരി കമ്പോസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുറച്ച് പച്ചിലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോണ ഇലകളാണ് വേണ്ടത്. ശീമക്കൊന്നയുടെ ഇലയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് നമുക്ക് മുരിങ്ങൻ്റെ ഇലയാണെങ്കിലും അതേപോലെ നല്ല ഒരു യൂസ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ അത് നമുക്ക് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി എത്തിക്കുന്ന നമ്മുടെ ചകിരി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് തൈര് വേണം കേട്ടോ. അപ്പോൾ തൈര് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ കമ്പോസ്റ്റ് കൃത്യമായിട്ട് നടക്കാനും അതിൽ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ഒരു കമ്പോസ്റ്റായി കിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം തൈരാണ് നമുക്ക് മെയിനായിട്ട് ഇത് കമ്പോസ്റ്റാക്കി എടുക്കാൻ വേണ്ടത് കേട്ടോ. കാരണം തൈരിൽ നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഭക്ഷണമാണ് നമ്മൾ കഞ്ഞിവെള്ളം. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ബാക്ടീരിയ വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് എല്ല് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ല് പൊടിയും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം വെച്ചാൽ നമുക്ക് നല്ല ഒരു ഫെർട്ടിലൈസർ നമുക്കിതിൽ നിന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ മേലായിട്ട് എല്ലുപൊടി അതുപോലെ തന്നെ തൈരും കഞ്ഞിൻ്റെ വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നമുക്കത് ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചാണകം, സാധാരണ പച്ചച്ചാണകമാണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് പച്ചച്ചാണകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് ചാണകപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ധാരാളം നൈട്രജൻ, ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാസ്യമൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് വെറ്റാക്കി വെക്കണം. ഡ്രൈ ആക്കി ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കമ്പോസ്റ്റായി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മേലോട്ടും ഇതുപോലെ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്തുള്ളത് ഒരു ജൈവ മിശ്രിതമാണ്. അതായത് നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ വളമാണോ ഉള്ളത് അതൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കടലപ്പിണ്ണാക്കാണെങ്കിലോ ഇല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കാണ് അതൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷവും നമ്മൾ ഇതുപോലെ കഞ്ഞിവെള്ളം തൈരും ഓരോ ലെയറിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം അത് നമുക്ക് ഡ്രൈ ആയിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം എടുക്കും ഇത് ചകിരി കമ്പോസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ലെയർ ചകിരിയും അതുപോലെ ഓരോന്നൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ആവശ്യമുള്ളത് വെച്ചാൽ നമുക്ക് വലിയ പാത്രത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചാണകം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറാക്കിയിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 40 ദിവസം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. നമുക്ക് വെറ്റായിരിക്കണം കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിരിക്കണം വെച്ചാൽ നമുക്കത് ആവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മളിത് തൈര് മസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ചിലവർ എന്താണ് ഇതേപോലെ നമുക്ക് ഇത് ഫെർട്ടിലൈസർ ആവാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഈ ഒരു കുറച്ച് സാധനങ്ങൾ തന്നെ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കമ്പോസ്റ്റിന് നമുക്കൊരു 40 ദിവസത്തിനുള്ളിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാത്ത വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചകിരിച്ചോറാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ അടിയിലൊരു പാത്രം വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് മുകളിലും മൂടി വയ്ക്കണതും നമുക്കിതുപോലെ ഒരു ഹോളാക്കി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോസസ്സ് വേഗം നടക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ മുകളിലും കൂടെ നമുക്ക് ആ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത്, കാരണം നമ്മൾ പച്ച ചാണകം അല്ലല്ലോ ഒഴിച്ചിരിക്കണം, അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒന്ന് വെറ്റായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് 40 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 40 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് മിക്സിയിലിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.